4-ാം തീയതി രാത്രി ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ വാഷിങ്ടൺ DC നിന്ന് അവിടുന്ന് ഫ്ലൈറ്റിൽ ഞങ്ങൾ സിയാറ്റിലേക്ക് വരികയാണ്. ഏതാണ്ട് 5 മണിക്കൂർ കൂടുതലുള്ള ഫ്ലൈറ്റാണ്, അലാസ്ക എയർലൈൻസിൻ്റെ. ആ ഫ്ലൈറ്റിൽ ഞങ്ങൾ വന്നു. അതിൽ ആ ഫ്ലൈറ്റിന് ഞങ്ങൾക്ക് കണക്ഷൻ ഫ്ലൈറ്റ് സിയാറ്റിൽ നിന്ന് പോർട്ട്ലാൻഡിലേക്കുണ്ട്. പക്ഷേ അത് അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ആ ഫ്ലൈറ്റ് ഇറങ്ങിയതിന് ശേഷം ഏതാണ്ട് അരമണിക്കൂർ എടുത്തു അത് ബേയിലേക്ക് വരാൻ, അതായത് നമ്മുടെ ഹാങ്കറിലേക്ക് കൊണ്ടുവരാനായിട്ട് ഒരു അരമണിക്കൂർ എടുത്തു. കാരണം അവിടെ ഒഴിവില്ലായിരുന്നു, ഒരുപാട് തിരക്കുള്ള എയർപോർട്ടാണ്. അങ്ങനെ വന്നു കഴിഞ്ഞു ഞങ്ങൾ. അത് കഴിഞ്ഞ് പിന്നെ അതിനകത്തുനിന്ന് ട്രെയിനിൽ കയറി വേണം. ഞങ്ങളുടെ N17 ആണ് ഞങ്ങളുടെ ഗേറ്റ്, N7. ഞങ്ങൾ ആ ഗേറ്റിലേക്ക് ഈ ട്രെയിനിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ പെട്ടെന്ന് നടന്നു പോയി. അപ്പോഴത്തേക്ക് ടൈം ഒരുപാട് പോയെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഫ്ലൈറ്റ് പുറപ്പെടാൻ പിന്നെ ഒരു 10 മിനിറ്റേ ഉള്ളൂ. ട്രെയിൻ ഇറങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ നേരെ അവിടുന്ന് പോയി ഗേറ്റിൽ ചെന്നു. അപ്പോഴേക്ക് ഫ്ലൈറ്റ് പുറപ്പെടാൻ 5 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ അവിടെ ഇരിക്കുന്ന ലേഡിയെ എടുത്ത് ഞാൻ, അതായത് ആ കൗണ്ടറിൽ ഇരിക്കുന്ന ആ ലേഡിയെ എടുത്ത് ഞങ്ങളുടെ ബോർഡിംഗ് കാർഡുകൾ കൊടുത്തു. ബോർഡിംഗ് കാർഡ് എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, യുവർ ഫ്ലൈറ്റ്, ദാറ്റ് ഫ്ലൈറ്റ് ഈസ് ഗോൺ. അത് പോയി. നെക്സ്റ്റ് ഫ്ലൈറ്റ് ഈസ് അറ്റ് 11:35 എന്ന് പറഞ്ഞു. അതായത് ആ ഫ്ലൈറ്റ് പോയി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെ ഒന്നുമല്ല, അവർ അടുത്ത ഫ്ലൈറ്റ് അവർ കയറ്റി വിടും നമ്മളെ, കേട്ടോ. നമ്മളെ അല്ലാതെ അവിടെ ഇരുത്തി സമരം ചെയ്യാനും നിരാഹാരം അനുഷ്ഠിക്കാനും ഉള്ള മാർഗ്ഗമൊന്നും അവർ നോക്കത്തില്ല. അവർ 11:35 ഫ്ലൈറ്റ് ഉണ്ട്, അതിനകത്ത് ആണ് എന്ന് പറഞ്ഞിട്ട് പുതിയ ബോർഡിംഗ് കാർഡുകൾ ഞങ്ങൾക്ക് ഇഷ്യൂ ചെയ്തു. ഏതായാലും അത് കഴിഞ്ഞു. ഞങ്ങൾ അവിടെ ഇരുന്ന് ഏതാണ്ട് 1 മണിക്കൂറോളം, 1.5 മണിക്കൂർ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഈ ഫ്ലൈറ്റിലേക്ക് ബോർഡ് ചെയ്യാൻ, അതിന് പിന്നെ വീണ്ടും ഞങ്ങൾ തിരികെ വന്ന് ട്രെയിനിൽ കയറി അടുത്ത ഗേറ്റിലേക്ക് പോകണം. C18 ഗേറ്റാണ്, അതിലേക്ക് പോയി. അവിടെ ചെന്നിട്ട് ഞങ്ങൾ ഈ ഫ്ലൈറ്റിൽ ബോർഡ് ചെയ്തു. അത് 12:35 ഇവിടെ ലാൻഡ് ചെയ്തപ്പോൾ പോർട്ട്ലാൻഡിൽ. അപ്പോൾ മോനും അനിയത്തിയും എല്ലാം അവിടെ വന്ന് ഞങ്ങളെ വിളിച്ചു. കാറിനകത്ത് കയറ്റി ഞങ്ങൾ തിരിച്ച് ഇവിടെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇത് മാത്രം ഈ യാത്രയിലുടനീളം ഞാൻ ശ്രദ്ധിച്ചതും അത് അവിടെ വാഷിങ്ടൺ DC-യിലായാലും അതുപോലെ ഈ പോർട്ട്ലാൻഡിൽ ആയാലും, അതായത് ഞങ്ങൾ താമസിക്കുന്ന ഹിൽസ്ബറോ ഈ ഭാഗത്തൊക്കെ എവിടെയൊക്കെ ആയാലും ശരി, ഇവിടെ എവിടെയൊക്കെ ഞാൻ പോയിട്ടുണ്ടോ അവിടെ എല്ലാം കണ്ട ഒരു പ്രത്യേകത, ഈവൻ വനത്തിനകത്ത് പോലും കണ്ടേക്കുന്ന ഒരു പ്രത്യേകത, എല്ലായിടത്തും ഇഷ്ടംമാതിരി വാഷ്റൂംസ് ഉണ്ട്. അതായത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകമുള്ള വാഷ്റൂംസ്. അത് വളരെ ക്ലീൻ, നീറ്റ് ആൻഡ് ടൈഡി അതുപോലുള്ള വാഷ്റൂം. വനത്തിലുള്ളത് അത്ര ഒരു ഇത് പറയാൻ ഒക്കത്തില്ല, എന്നാലും വനത്തിൻ്റെ വെച്ച് നോക്കുമ്പോൾ വലിയ സ്റ്റാൻഡേർഡാണ്, അതിന് സംശയമൊന്നുമില്ല. അങ്ങനെ എവിടെ നോക്കിയാലും ഇത് അതുപോലെ, നമ്മൾ എവിടെ നോക്കിയാലും ശരി, എല്ലായിടത്തും ആവശ്യമുള്ള വേസ്റ്റ് ബിന്നുകൾ റോഡിൻ്റെ ഭാഗത്ത് സൈഡുകളിലായാലും കടകളുടെയൊക്കെ മുന്നിലായാലും എല്ലാം ഇഷ്ടംമാതിരി വേസ്റ്റ് ബിന്നുകൾ ഉണ്ട്. എന്ത് വേസ്റ്റ് സാധനമായാലും ഡീഗ്രേഡബിൾ വേസ്റ്റും അതുപോലെ ഡീഗ്രേഡബിൾ അല്ലാത്ത വേസ്റ്റും ഇതെല്ലാം റീസൈക്കിൾ ചെയ്യാവുന്നതും ഇതെല്ലാം നിക്ഷേപിക്കാനുള്ള പ്രത്യേകമുള്ള വേസ്റ്റ് ബിന്നുകൾ എല്ലായിടവും ഉണ്ട്. അതുപോലെ നമുക്ക് മനുഷ്യർക്ക് വെള്ളം കുടിക്കാനുള്ള ഫെസിലിറ്റി മിക്ക സ്ഥലങ്ങളിലും വെച്ചിട്ടുണ്ട്. നമുക്കവിടെ നിന്ന് ഒന്ന് മുഖമൊക്കെ കഴുകി സൗകര്യമായിട്ട് കുനിഞ്ഞു നിന്നാൽ അല്പം ഒന്ന് കുനിഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളം അത് തുറന്നു വിട്ട് കഴിഞ്ഞാൽ അത് ഡയറക്റ്റ് നമുക്ക് ആ വെള്ളം കുടിക്കത്തക്കൊണ്ടുള്ള ആ ഫെസിലിറ്റി ഇതെല്ലാം ഉണ്ട്. ഇത് എവിടെയൊക്കെ പോയിട്ടുണ്ടോ അവിടെയൊക്കെ ഉണ്ട്. ഞാൻ പോയിട്ടുള്ള ഇപ്പം ജാപ്പനീസ് ഗാർഡൻ, അതിന് മുമ്പിൽ അവിടെ എല്ലാം ഇത് കണ്ടതാണ്. അതേപോലെ എല്ലാം എവിടെ പോയാലും ഈ ഫെസിലിറ്റി ഉണ്ട്. പിന്നെ നടക്കുന്നിടത്ത് എല്ലാം ഞാൻ പറഞ്ഞില്ലേ, വാഷ്റൂംസ് എന്ന് പറയുന്നത് ഇഷ്ടംമാതിരി അവൈലബിൾ ആണ്, ഇല്ലാതെ നടക്കണ്ട. ആരും റോഡരിവിലോ ഒന്നും നിന്ന് മൂത്രം ഒഴിക്കുന്ന ഒന്നും കാണാൻ കിട്ടത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ മത്തങ്ങയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഈ മത്തങ്ങ എന്തിനാണ് ഉപയോഗമെന്ന് എനിക്ക് അറിയില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം ഞാൻ മോനോട് അന്വേഷിച്ചു മത്തങ്ങയുടെ ഉപയോഗം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞ് ഈ ഹാലോവീൻ്റെ സമയത്ത് ഇതൊരു വലിയൊരു ആചാരമാണ് ഈ മത്തങ്ങ, അതിന് ഒരുപാട് ഉപയോഗിക്കാറുണ്ട്. ഇതിലെ അലങ്കാര പ്രവർത്തികൾക്കെല്ലാം ഈ മത്തങ്ങ ഉപയോഗിക്കും. പിന്നെ അത് കൂടാതെ ഈ മത്തങ്ങയ്ക്ക് വലിയ ഉപയോഗങ്ങളുണ്ട് കേട്ടോ. അതിനുവേണ്ടി ഞങ്ങളെ ഒരു ഫാമിലി, മത്തങ്ങയുടെ ഒരു ഫാമിലി ഞങ്ങളെ കൊണ്ടുപോയി. ആ ഫാമിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ കാണുന്നത് ഒരു വലിയ സ്റ്റോറുണ്ട് അവർക്ക്. അവിടെ ജൈവ കൃഷി ഒക്കെ നടത്തുന്നതാണ്. ഒരുപാട് കൃഷികളുണ്ട്.
അപ്പം അത് ഈ മത്തങ്ങ അവിടെ ധാരാളമുണ്ട്. അപ്പോൾ നോക്കിയപ്പോൾ എന്താണെന്നറിയോ, ഓരോ അലമാരകളിൽ മത്തങ്ങായി എടുക്കുന്ന വൈൻ, അതായത് ഇത് വാറ്റി വളരെ വൈനായിട്ട് എടുക്കും, ചെറിയ ആൽക്കഹോൾ കണ്ടന്റുള്ള വൈൻ ധാരാളമുണ്ട് മത്തങ്ങയുടെ. പിന്നെ മത്തങ്ങ കൊണ്ടുള്ള പിക്കിൾസ് ഉണ്ട്, ഒരുപാടുണ്ട്. പിന്നെ മത്തങ്ങയുടെ സ്ക്വാഷ് ഉണ്ട്. ഇതുപോലുള്ള ഒരുപാട് സാധനങ്ങൾ മത്തങ്ങ കൊണ്ട് ഉപയോഗിക്കുന്ന ഒരുപാടെണ്ണം. മത്തങ്ങയുടെ ജാം, ഇതൊക്കെ സുലഭമാണ്, അവിടെ ധാരാളമുണ്ട്. ഓരോ വലിയ റാക്കുകളിലും നിറയെ ഈ സാധനങ്ങൾ ഇരിക്കുക. ഈ മത്തങ്ങ കൊണ്ട് ഞാൻ പറഞ്ഞ ഇതുപോലുള്ള ഈ ഉപയോഗങ്ങൾ കൂടാതെ ഇന്ന് സിറപ്പ് ഉണ്ടാക്കിയെടുക്കും. ആ സിറപ്പ് ഈ കോഫിയിൽ ഇട്ട് കുടിക്കും. ബ്ലാക്ക് കോഫിക്ക് ഈ സിറപ്പ് കൂടെ ചേർത്ത് കഴിക്കും. രുചികരമായ ഒരു ഡ്രിങ്കായിട്ട് മാറും. അത് ഏറ്റവും നല്ല. പിന്നെ അത് കൂടാതെ ഇത് പൈ എന്ന് പറയുന്ന വിഭവം ഉണ്ടാക്കാനായിട്ട് മത്തങ്ങ ധാരാളം ഉപയോഗിക്കും. ഇങ്ങനെയൊക്കെയുള്ള ഉപയോഗം, നാനാവിധത്തിലുള്ള ഉപയോഗം മത്തങ്ങയ്ക്കുണ്ട്. അപ്പോഴാണ് എനിക്ക് മത്തങ്ങ കൊണ്ട് എന്തൊക്കെ ഉപയോഗം ഉണ്ടാക്കാം എന്ന് മനസ്സിലായത് കേട്ടോ. അത് ഒരു വലിയ അറിവാണ് ഈ മത്തങ്ങയെ സംബന്ധിച്ച്. അപ്പോൾ എത്ര മത്തങ്ങ ഉണ്ടെങ്കിലും ശരി, അവരതൊന്നും പാഴിക്കളയല്ല, യൂസ് ചെയ്യും അതെപ്പോഴും. ഇപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ ഹാലോവീൻ്റെ സമയമാണല്ലോ, അത് ഒക്ടോബറിലാണ് ഹാലോവീൻ. ആ ഹാലോവീൻ്റെ സമയം വരുമ്പോൾ അപ്പോഴത്തേക്ക് ഇതെവിടെയൊക്കെ ഇതിനെ അലങ്കരിച്ചൊക്കെ വെച്ചേക്കുന്നോ അവിടെ എല്ലാം ഈ മത്തങ്ങ ഇഷ്ടം പോലെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ആചാരം പോലെയാണ് ആ മത്തങ്ങയുടെ. ആ മത്തങ്ങ കൊണ്ട് ഓരോ രൂപങ്ങൾ മത്തങ്ങായിരം ഓരോന്നൊക്കെ കൊത്തി വെച്ചിട്ടുണ്ട്. അതിൻ്റെ തോട് മാത്രം, അതിൻ്റെ അകത്തുനിന്ന് സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്. അത് ഞങ്ങളിവിടെ റോഡ് സൈഡിൽ കണ്ടു. അതിൻ്റെ കാരണം, ഞങ്ങൾ ഏതാണ്ട് ഞങ്ങളുടെ ആപ്പിൾ മരം, റോഡിൽ നിൽക്കുന്ന ആപ്പിൾ മരം ഉപേക്ഷിച്ച് പോയിട്ട് ഏതാണ്ട് ഒരാഴ്ച കൂടുതലായി. അപ്പോൾ ആപ്പിൾ മരം ഞങ്ങളെ കാത്തു നിൽക്കായിരിക്കും. അതിനകത്ത് ആപ്പിൾ എന്തായി കാണും എന്നറിയില്ല. ഇപ്പോൾ അങ്ങോട്ട് നടക്കാം എന്ന് വിചാരിച്ച് രാവിലെ അങ്ങോട്ട് നടന്നു പോയപ്പോൾ അത് റോഡിൽ നല്ല കാഴ്ചകൾ സാധാരണ പോലെ. നേരെ ആപ്പിൾ മരത്തിൻ്റെ അവിടെ ചെന്നപ്പോൾ ആപ്പിൾ മരം ഇങ്ങനെ ഏകനായിട്ട് ഞങ്ങളെ നോക്കി നിൽക്കുക പ്രതീക്ഷിച്ച്. പിന്നെ ഞങ്ങൾ നേരെ പോയി ആ പാർക്കിലൊക്കെ പോയി നടന്നിട്ട് തിരികെ വന്ന് ഇതിൽ നിന്ന് വന്ന് കുറച്ച് ആപ്പിൾ കൂടെ പറിച്ചു കേട്ടോ. പറിച്ച് ആപ്പിളുമൊക്കെ കുറച്ച് കടിച്ചൊക്കെ തിന്ന് അതും കഴിഞ്ഞ് ഞങ്ങൾ തിരികെ വരികയാണ്. അപ്പോൾ ആ ആപ്പിൾ മരത്തിൻ്റെ കുറച്ച് അപ്പുറത്തോട്ട് മാറ്റി ഒരു വലിയ ഷോപ്പുണ്ട്. ഈ ഹാലോവീൻ്റെ രൂപങ്ങളൊക്കെ വിൽക്കുന്ന, ഇങ്ങനെയുള്ള ഇതിൻ്റെ വസ്തുക്കളൊക്കെ വിൽക്കുന്ന, അലങ്കാര വസ്തുക്കളൊക്കെ വിൽക്കുന്ന ഒരു കടയാണ്. അത് അടഞ്ഞു കിടക്കുകയാണ്, പക്ഷേ ഓപ്പണാണ്. അതിൻ്റെ വാതിലെല്ലാം എപ്പോഴും അടച്ചെങ്കിൽ എല്ലാം വാതിലെല്ലാം അടഞ്ഞു കിടക്കും. അതിനകത്ത് ഒരുപാട് രൂപങ്ങളുമൊക്കെ ഇരിപ്പുണ്ട്. അവിടെ നേരത്തെ ഞാൻ കണ്ടത് ഒരു വലിയ അസ്ഥികൂടത്തിൻ്റെ രൂപമായിരുന്നു. അപ്പോൾ അതിനോടുകൂടി അതിൻ്റെ അത്രയും വലിപ്പമില്ലാത്ത അതിൻ്റെ 3/4 ഭാഗം വരുന്ന ഒരു അസ്ഥികൂടം കൂടെ പുതിയതായിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ ഞാൻ പറഞ്ഞില്ലേ, ഈ മൃതദേഹം വഹിക്കുന്ന ഒരു വണ്ടി ഉണ്ടല്ലോ, നമ്മൾ പണ്ട് മിക്സർ വണ്ടി എന്നൊക്കെ രീതിയിൽ ആളുകൾ കളിയാക്കി പറയുന്ന വണ്ടി, അതായത് പണ്ട് മിക്സർ കൊണ്ടുപോകുന്ന ആ സൈസ് സൈക്കിളാണ് സൈക്കിൾ വണ്ടിയായി യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ആ രീതിയിൽ ഉള്ള 4 വീലിലുള്ള ഈ കണ്ണാടിപ്പെട്ടിയിട്ട ഒരു വണ്ടി, അത് ഒരു ശവമഞ്ചമാണ്. അത് അവിടെ ഉണ്ടായിരുന്നു നേരത്തെ. അതിനോടൊപ്പം ഇപ്പോൾ അതിൽ ഒരുപാട് രൂപങ്ങൾ അതിൻ്റെ സൈഡിൽ വാ തുറന്നുകൊണ്ട് നിൽക്കുക, ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, അതേപോലുള്ള രൂപങ്ങളും ഒക്കെ കണ്ടു. അവിടെ നോക്കിയപ്പോൾ ഈ മത്തങ്ങായി, ഞാൻ ഈ പറഞ്ഞ മാതിരി മത്തങ്ങായിൽ വിളക്കത്തിച്ച് വെച്ചേക്കുന്നു, മത്തങ്ങായിൽ ഓരോ രൂപങ്ങളുണ്ടാക്കി ആ രീതി വെച്ചേക്കുന്നു, അല്ലാതെ മത്തങ്ങ തന്നെ അവിടെ എടുത്ത് വെച്ചേക്കുന്നു. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ കാണാൻ പറ്റി. അപ്പോൾ നമുക്ക് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഹാലോവീൻ്റെ ടൈമാണ്. ഇനിയിപ്പം മാത്രമോ, ഇപ്പം മരങ്ങൾ അവിടെ ഞങ്ങൾ നടക്കുന്ന വഴിയിലൊക്കെ ആ മരങ്ങളിലെ പല മരങ്ങളുടെയും ഇലകൾ കുറേശ്ശെ ആയി തുടങ്ങി. ചില മരങ്ങളുടെ ഏതാണ്ട് നല്ലൊരു ഭാഗം മഞ്ഞയായിട്ടുണ്ട്. മഞ്ഞയെന്ന് പറഞ്ഞാൽ നല്ല കൊന്നപ്പൂ പോലെ തോന്നും, പക്ഷെ പൂവല്ല, ഇലകൾ മഞ്ഞയാകുന്നതാണ്. ഈ മഞ്ഞ ഇലകൾ ഇനിയിപ്പോൾ എന്താണെന്നറിയോ, അതങ്ങോട്ട് മാറിയിട്ട് അതങ്ങോട്ട് റെഡാവും, ചോപ്പായി കുറേ നാൾ നിൽക്കും. അടുത്ത മാസം ഏതാണ്ട് ഈ ഒക്ടോബറിൽ ഒക്കെ വരുമ്പോഴത്തേക്ക് ഈ ഇലകൾ കൊഴിഞ്ഞു പോകും. പിന്നെ കമ്പുകളായിട്ട് നിൽക്കും, കാരണം വിൻ്ററാണ്. വിൻ്ററിൽ ഇതിൻ്റെ ഇല മുഴുവൻ പൊഴിയും, പിന്നെ കമ്പുകളെ കാണാൻ കിട്ടും. പക്ഷേ ആ ട്രാൻസിഷൻ പീരീഡ് എന്ന് പറയുന്നത് ഒന്ന് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞു ഞങ്ങൾ ആപ്പിൾ പറിച്ചെന്ന്, അതേപോലെ ആ വേലിപ്പടർപ്പ്, ആ സൈഡിലുള്ള വേലിപ്പടർപ്പുണ്ടല്ലോ, അതിലൊക്കെ നോക്കിയപ്പോൾ നല്ല, അതായത് നമ്മുടെ ബ്ലാക്ക്ബെറി ഇങ്ങനെ പിടിച്ചു കിടക്കുക ഒരുപാടെണ്ണം, വളരെ അത്രത്തോളം രുചികരമായ ബ്ലാക്ക്ബെറി.
ഞങ്ങൾ അതിൽ നിന്ന് കുറച്ച് ബ്ലാക്ക്ബെറി ഒക്കെ പറിച്ച് തിന്നു കേട്ടോ. ഏതായാലും ഒരു ഇന്നത്തെ രാവിലെ ഉള്ള നടത്ത എന്ന് പറയുന്നത് മുതലായി കിട്ടി എന്ന് പറഞ്ഞാൽ മതി.